പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 12 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. അങ്ങനെ ജനം വൈക്കോലിനു പകരം താളടി ശേഖരിക്കുവാൻ മിസ്രയീം ദേശത്ത് എല്ലായിടവും ചിതറി നടന്നു. ഊഴിയ വിചാരകന്മാർ അവരെ ഹേമിച്ചു. വൈക്കോൽ കിട്ടിവന്നപ്പോൾ ഉള്ളതിന് ശരിയായി നിങ്ങളുടെ നിത്യവേല ദിവസവും തികയ്ക്കണം എന്ന് പറഞ്ഞു. ഫറവോന്റെ ഊഴിയ വിചാരകന്മാർ ഇസ്രായേൽ മക്കളുടെ മേലാക്കിയിരുന്ന പ്രമാണികളെ അടിച്ചു. നിങ്ങൾ ഇന്നലെയും ഇന്നും മുമ്പിലത്തെ പോലെ ഇഷ്ടിക തികയ്ക്കാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ ചെന്ന് ഫറവോനോട് നിലവിളിച്ചു, അടിയങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ത്? അടിയങ്ങൾക്ക് വൈക്കോൽ തരാതെ ഇഷ്ടിക ഉണ്ടാക്കുവീൻ എന്ന് അവർ പറയുന്നു. അടിയങ്ങളെ തല്ലുന്നു, അത് നിന്റെ ജനത്തിന് പാപമാകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, മടിയന്മാരാകുന്നു നിങ്ങൾ, മടിയന്മാർ. അതുകൊണ്ട് ഞങ്ങൾ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നു. പോയി വേല ചെയ്യുവീൻ, വൈക്കോൽ തരികയില്ല, ഇഷ്ടിക കണക്കുപോലെ ഏൽപ്പിക്കണം താനും എന്ന് കൽപ്പിച്ചു. ദിവസം തോറുമുള്ള ഇഷ്ടിക കണക്കിൽ ഒന്നും കുറയ്ക്കരുത് എന്ന് കൽപ്പിച്ചപ്പോൾ തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ കണ്ടു. അവർ ഫറവോനെ വിട്ടുപുറപ്പെടുമ്പോൾ മോശയും അഹരോനും വഴിയിൽ നിൽക്കുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുൻപാകെ ഞങ്ങളെ നാട്ടി, ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തതുകൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മോശ യഹോവയുടെ അടുക്കൽ ചെന്ന്, കർത്താവേ, നീ ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത്? നീ എന്നെ അയച്ചത് എന്തിന്? ഞാൻ നിന്റെ നാമത്തിൽ സംസാരിക്കുവാൻ ഫറവോന്റെ അടുക്കൽ ചെന്നത് മുതൽ അവർ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു. നിന്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല എന്ന് പറഞ്ഞു.